Meet the editors. ജനകീയ തുടക്കമോ എന്നതാണ് ചോദ്യം. സുനിലേക്ക് ആദ്യം. സുനിൽ, ഇപ്പോൾ 2 ദിവസത്തെ 2 മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ, അതെല്ലാം തന്നെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന തീരുമാനങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ നിന്നൊരു തിരുത്തലായിട്ട് വരുന്ന തീരുമാനങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. എന്താണ് തോന്നുന്നത്, ഒരു ജനകീയ തീരുമാനമാണോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഓരോ പദ്ധതികൾ, ആ പദ്ധതികളിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിലും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലും വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിക്കെതിരെ SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് തീർച്ചയായും കോൺഗ്രസ് പോഷക സംഘടനകൾക്കും കോൺഗ്രസ് യുവജന സംഘടനകൾക്കും ഒക്കെ തന്നെ ആവേശമായിട്ടുണ്ട്. അതൊരു നീതിയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു. രണ്ടാമത്തെ ക്യാബിനറ്റിനാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കേരയിൽ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, അതിനായി സ്ഥലം ഏറ്റെടുപ്പ് നടപടികളെല്ലാം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് മഞ്ഞക്കുറ്റികൾ പിഴുത് വലിച്ചെറിയാനുള്ള ആഹ്വാനം കൂടി മുഖ്യമന്ത്രി നൽകുകയാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വലിയ സമരങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുള്ള വിഷയത്തിൽ ഒരു പരിഹാരം എന്ന നിലയിൽ, ഒരു തിരുത്തൽ എന്ന നിലയിൽ നടപടികൾ പ്രഖ്യാപിക്കുകയാണ്, തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാലോ, കേരളത്തിൽ വലിയ വിവാദമായിരുന്നു, വലിയ സമരങ്ങൾ നടന്നതാണ്. നേരത്തെ തോമസ് ഐസക്കിൻ്റെ കാലത്താണ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്. VS സർക്കാരിൻ്റെ കാലത്ത് 2009-2010 കാലഘട്ടത്തിലാണ്. പിന്നീട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോയി DMRC ആണ് DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. DMRC ആ പദ്ധതിയുടെ DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ അത് അംഗീകരിച്ചു. അന്ന് ഏതാണ്ട് 1.1 ലക്ഷം കോടി രൂപയാണ് ആദ്യം പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിച്ചത്. പിന്നെ അത് 1.8 ലക്ഷം കോടി രൂപയായി. വലിയ ചെലവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ പദ്ധതി പിൻവലിക്കുന്നതായി ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉയർന്നത്, പാരിസ്ഥിതിക വിഷയം എന്ന് പറയുന്നത്. കേരളത്തെ ആകെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ കേരയിൽ വരുന്നത്. ഇത് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് യോജിച്ചതല്ല എന്ന് വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടു എങ്കിൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിച്ചു. ഇത് സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിച്ചു. അങ്ങനെ അന്നത്തെ പ്രസ്താവനകളൊക്കെ പറഞ്ഞാൽ വളരെ രസകരമാണ്. നിങ്ങൾ അപ്പം ചുട്ട് ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് രാവിലെ പോയി, അല്ലെങ്കിൽ കൊച്ചിയിൽ രാവിലെ പോയി അത് വിറ്റ് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ മഹാന്മാരൊക്കെ തന്നെയുണ്ട്. അതായാലും അത് വലിയ വിവാദമായിരുന്നു, ഒരുപാട് പരിഹാസമായി, ഒരുപാട് ട്രോളുകളായി, അങ്ങനെയൊക്കെ. ഏതായാലും ഇത് കേരളത്തിന് യോജിച്ച പദ്ധതിയല്ല എന്ന് ഒരുപാട് പേർ പറഞ്ഞുവെങ്കിൽ പോലും കേരയിൽ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനകൾ ജനം തീർച്ചയായും അത് അംഗീകരിച്ചിട്ടില്ല. അത് വലിയ സമരമായി തുടർന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരും അതിനുള്ള അനുമതി നിഷേധിച്ചു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2026 ബജറ്റിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്ന RRTS ആണ്. അതായത് കേരയിൽ ഉപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും ഈ കേരയിലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടില്ല, അതിനുവേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ പിൻവലിച്ചിട്ടില്ല, മഞ്ഞക്കുറ്റികൾ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്, ഒരു രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശൻ്റെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. ആ നിലയിൽ ഒരു ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാർ എന്ന പ്രതീതി തുടക്കത്തിൽ തന്നെ വി.ഡി. സതീശൻ നൽകുകയാണ്. ഇത് 9% ആളുകൾ മാത്രമേ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളൂ എന്നാണ് പിണറായി സർക്കാർ പ്രധാനമായും വാദിച്ചത്. പക്ഷേ 9% ആളുകളാണ് എതിർത്തതെങ്കിൽ പോലും അതൊരു എതിർപ്പാണെങ്കിൽ അവരെ കൂടി കേട്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തായിരുന്നു ആ പദ്ധതി നല്ലതാണെങ്കിൽ അതുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. ഒരാളെ പോലും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും ആ ആളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ പറയാനുള്ളത് കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുകയും വേണമായിരുന്നു. അതൊന്നുമില്ലാതെയാണ് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത രീതിയിലാകെ LDF സർക്കാരിന് വീഴ്ച പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ നേരത്തെയും എൻ്റെ ഈ ഒരു വ്യക്തിപരമായ അഭിപ്രായം നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയ രീതി, അതായത് ഇത് ബാധിക്കുന്ന ജനങ്ങളെ അറിയിക്കാതെ, അവർക്ക് ഒരു സൂചനയും നൽകാതെ കുറേ ആളുകൾ പോയി അവരുടെ വീടുകളിൽ കയറി മഞ്ഞക്കുറ്റി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റി അടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് നടപ്പാക്കിയ രീതിയിലും ഇത് വിഭാവനം ചെയ്ത രീതിയിലുമൊക്കെ ഈ പദ്ധതി എത്ര നല്ലതാണെങ്കിലും ആ രീതിയിലുമൊക്കെ തന്നെ വലിയ വീഴ്ച പറ്റി. ഏതായാലും അതിൻ്റെയൊക്കെ തന്നെ ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിടേണ്ടി വന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം. ആ അർത്ഥത്തിൽ വളരെ ജനകീയമാണെന്ന് തോന്നിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചു
പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴും ഇന്ന് എറണാകുളത്ത് കണ്ടതുപോലുള്ള ചില കാഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഇന്ന് ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നടപടി ഏത് സാഹചര്യത്തിലുണ്ടായി എന്നത് വലിയ ചോദ്യമാണ്. കാരണം സർക്കാർ അധികാരത്തിൽ കയറി 24 മണിക്കൂർ പോലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ എറണാകുളത്ത് കൊച്ചിയിൽ ഒരു ദളിത് കുടുംബങ്ങളെ കൂട്ടത്തോടെ കുട്ടികളും സ്ത്രീകളും അടക്കം സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അവരെത്രയോ കാലമായി അവിടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ആ മനുഷ്യരെ ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറക്കിവിടാൻ ഒരു കൂട്ടം പോലീസുകാർ വരികയാണ്, ഒരു അഭിഭാഷക കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് വരുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു അറിവുമുണ്ടായിട്ടില്ല. അപ്പോൾ പോലീസിൽ നിന്ന് എന്തെങ്കിലും അനുമതി കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ആ നിലയിലുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ എങ്ങനെയാകും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ ഒരു ജനകീയ സർക്കാർ എന്ന പ്രതീതി ഈ തീരുമാനങ്ങളിലൂടെ നൽകുന്നുണ്ട്. ഇത് ഇന്നത്തെ ഈ കേരയിൽ പദ്ധതി റദ്ദാക്കിയതിലൂടെ നമുക്കറിയാലോ, നേരത്തെയൊക്കെ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോയി ഇത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുക, അത് ജനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അതാണ് ഈ കേരയിൽ പദ്ധതിയിലും ഉണ്ടായത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു LDF വലിയ തിരിച്ചടിയായത്. ശരി, നമുക്ക് തുടരാം ചർച്ച. ഇടവേളയിലേക്ക് മധു, ജനകീയ തുടക്കമാണോ? ജനകീയ തുടക്കമാകണം. ഒരു സർക്കാരിനെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സർക്കാർ എന്നുള്ളതല്ല, ഒരു സർക്കാരിനെ ജനം തിരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ ജനകീയമായ തുടക്കം മാത്രമല്ല, ജനകീയമായ മുന്നോട്ട് പോക്കും അവസാനവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ് ജനം തിരുത്തുന്നത്. ഇത് ഓരോ തീരുമാനമെടുക്കുമ്പോഴും വലിയ തോതിൽ അത് ജനകീയമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതിന് വിരുദ്ധമായി എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു എന്ന ഇടത്ത് വെച്ചാണ് ആ പ്രതീതി ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസം 2 തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഒന്ന് KSRTCയുമായി ബന്ധപ്പെട്ട്, 2 നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ ഈ AD തോമസിനെ അടക്കം മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ആക്രമിച്ചതിൽ ഒരു SIT രൂപീകരിച്ച അന്വേഷണം. ഇത് നോക്കൂ, അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സമരമായിരുന്നു. പക്ഷെ അതിൽ പോലീസ് നടപടി ഉണ്ടാകുന്നു. പക്ഷെ അതിൽ ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു ജനകീയ തീരുമാനം എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നത്? കാരണം അവിടെ നടന്നത് നീതിക്കു നിരക്കുന്നതല്ല എന്നും അധികാരത്തിനപ്പുറത്തുള്ള അമിതാധികാര പ്രയോഗമാണ് എന്നും ആ നിലയ്ക്കായിരുന്നില്ല അത് പ്രവർത്തിക്കേണ്ടതെന്നും, ഇനി അങ്ങനെ ഒരു പോലീസ് സംവിധാനത്തിൽ നിന്ന് ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഭരണകൂടം അതിനെ അങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒരു പൊതു മനോഭാവം ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അത് പക്ഷെ ജനങ്ങൾക്കുള്ളിലായിരുന്നു. ജനങ്ങളുടെ ആ ഉള്ളിലുള്ള വികാരത്തെ ഭരണ നേതൃത്വത്തിന് അറിയാൻ കഴിയാതെ പോവുകയും അതൊരു രക്ഷാപ്രവർത്തനം എന്ന് ഏറ്റുപാടാൻ പറഞ്ഞയാൾ മാത്രമല്ല, പറഞ്ഞയാളെ തിരുത്താതെ അത് ഏറ്റുപാടാനൊരു സംഘടനാ സംവിധാനം ഉണ്ടാവുകയും ചെയ്തിടത്താണ് ഇപ്പോൾ തിരുത്തൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രതികാരം എന്ന നിലയ്ക്കപ്പുറത്തേക്ക് AD തോമസ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ നീതിയാണ് തേടുന്നത് എന്ന്. അപ്പോൾ അവിടെ ഇന്ന് തന്നെ ആ ഫോൺ, ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തേടുന്നത്. നാടായ നാട്ടിൽ ചാനലുകൾ മുഴുവൻ കാണിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഇല്ലാതെ പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഒരു തോന്നലുണ്ടാകും, എന്തുകൊണ്ടാണ് ദൃശ്യം കൊടുക്കാത്തത്, അതിലപ്പോൾ എന്തോ ഒരു അട്ടിമറിയില്ലേ എന്നൊരു തോന്നലുണ്ടാകും. ഇതിങ്ങനെ നിരന്തരമായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലിരിക്കുമ്പോഴാണ് ഏറ്റവും അവസാനം അവരതിലൊരു വിധിയെഴുത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. PSC ലിസ്റ്റ് കാലാവധി ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന ലിസ്റ്റ് നവംബർ വരെ നീട്ടി എന്നൊരു പ്രഖ്യാപനമാണ് ഇന്നുണ്ടാകുന്നത്. വളരെ ചുരുക്കം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ജനകീയ തുടക്കം എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് കാണുന്നത്? PSC റാങ്ക് ലിസ്റ്റ് നീട്ടണം എന്ന് പറഞ്ഞ് ഉപ്പിൻകല്ലിന്മേൽ ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഈ സാഷ്ടാംഗം വീണ് കിടന്ന് അവിടെ ശയനപ്രദക്ഷിണം നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടു. 1ാം റാങ്കിലുള്ളവർക്ക് നിയമനം കിട്ടാത്തത് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ തുടർച്ചയിലാണ് ഇങ്ങനെ ഒരു ചെറിയ നീക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി എന്താണ് ജനങ്ങളുടെ മനസ്സിൽ എന്നത് കണ്ടറിഞ്ഞുകൊണ്ടുള്ള തുടക്കമുണ്ടാകുന്നു എന്ന് വിചാരിക്കുന്നത്. ഇത് പക്ഷേ സ്വാഭാവികമാണ് കേട്ടോ. ആദ്യത്തെ 2 ദിവസം കൊണ്ടൊരു സർക്കാരിനെ ജനവിരുദ്ധമെന്നോ ജനകീയമെന്നോ വിലയിരുത്താൻ കഴിയില്ല. ആർക്കാണെങ്കിലും ഒരു തുടക്കം ഉണ്ടാകുമ്പോൾ അത് നല്ല തുടക്കമാണെന്ന് ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കം എന്നതിനേക്കാൾ തുടർച്ചയിലാണ് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്. ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? ഇന്നത്തെ പ്രഖ്യാപനം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദു ചെയ്യുന്നു. മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റുന്നു. നോക്കൂ, ഒരു സർവേ നടത്താനുള്ള കുറ്റി അവിടെ സ്ഥാപിക്കുന്നു.
അത് പക്ഷേ ആ മഞ്ഞക്കുറ്റി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ സർവേ നടത്താനുള്ള ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് അത് ജനങ്ങളുടെ ജീവിതത്തിന് മുകളിലേക്ക് അധികാരം നടത്തിയ ഒരു കടന്നുകയറ്റം എന്ന നിലയ്ക്ക് കാണാനുള്ള സാഹചര്യം എന്താണ്? നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ പ്രതിഷേധം കണ്ടു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട അധികാര ദുർവിനിയോഗം കണ്ടു. ചെങ്ങന്നൂർ കൊഴുവല്ലൂരിലെ തങ്കമ്മയുടെ വീടിൻ്റെ ഒറ്റമുറി വീടിൻ്റെ അടുക്കളയിൽ കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്നത്, അവിടേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ മനുഷ്യരല്ലേ? ഒരു വീടിൻ്റെ അടുക്കളയിൽ തന്നെ വെച്ചാലേ സർവേ നടക്കുള്ളൂ? അത് ആ വീടിന് പുറത്താണ് ആ കുറ്റിയടിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ആ സ്വൈര്യ ജീവിതത്തിന് എൻ്റെ പരിധിക്ക് പുറത്താണ് ആ കുറ്റിയടിക്കുന്നതെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ അവിടേക്ക് കടന്നു പോകുന്നത് മനുഷ്യരല്ലേ? ഇവരുടെ വീട്ടിലേക്കാണ് ഈ കുറ്റിയടിക്കാൻ പോകുന്നതെങ്കിൽ ഇവർ സമ്മതിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു അമിതാധികാര പ്രയോഗം നടക്കുകയും അതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച മനുഷ്യരെ നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും നമ്മൾ കണ്ടയിടത്താണ് ആ മഞ്ഞക്കുറ്റി ഒരു ജനദ്രോഹ നടപടിയുടെ പ്രതീകമായി നിന്നത്. അല്ലെങ്കിൽ അത് ഈ പറയുന്നത് പോലെ നമ്മുടെ പറമ്പിലോ മറ്റെവിടെയോ കിടക്കുന്ന ഏതോ കാലത്ത് സർവേ നടത്തേണ്ട ഒന്നായി മാത്രം പോകുമായിരുന്നു. അവിടെ ജനവിരുദ്ധതയുണ്ടായി എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ജനകീയമാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു പദ്ധതി പിൻവലിക്കുമ്പോൾ അത് ജനകീയമാവുക എന്ന് പറഞ്ഞാൽ ആ പദ്ധതിക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ കാര്യം. മാത്രമല്ല, നോക്കൂ, ഈ പദ്ധതിയുടേതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് അതിവേഗം യാത്ര ചെയ്യാനൊരു സംവിധാനം വേണം, അതിൽ തർക്കമൊന്നുമില്ല. ആ പദ്ധതിയുടെ മാത്രമല്ല പ്രശ്നം, അതുണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതത്തിൻ്റെ കാര്യം മാത്രമല്ല പ്രശ്നം. എന്തായിരുന്നു? ഈ പറയുന്ന മണ്ണിട്ടുയർത്തുന്ന സംവിധാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ നാട് രണ്ടായി പോകും എന്നതായിരുന്നല്ലോ. ഇപ്പോൾ നാഷണൽ ഹൈവേ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? തിരുവനന്തപുരത്ത് ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന മേഖല ഏതായിരുന്നു? കഴക്കൂട്ടമാണ്. IT മേഖലയാണ്. ഫ്ലാറ്റുകളുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ വികസിക്കുന്ന ഒരു മേഖലയായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയോ? നാഷണൽ ഹൈവേ വന്നപ്പം രണ്ട് ഭാഗത്ത് പോയി. 1, 2, 3 കിലോമീറ്റർ ചുറ്റി വരണം കഴക്കൂട്ടം ടൗൺ. അതിൻ്റെ ടൗണിൻ്റെ നടുക്കൂടെയാണ് ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കെട്ടി ഉയർത്തപ്പെട്ട മതിൽ വന്നത്. ആ ടൗണ് രണ്ടായി പോയി. പക്ഷെ എന്താ സംഭവിച്ചത്? അവിടെ സ്ഥലം ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അത് ചർച്ചയായില്ല. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അവിടെ ഒരു മർക്കടമുഷ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് ഇത് പറയുകയും ഇത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു ജനകീയ പ്രതിഷേധങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അടങ്ങുന്നതല്ലേ രാഷ്ട്രീയ പാർട്ടി? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്കിത് പരിഹാരം എന്താ, പ്രശ്നം എന്താണെന്ന് ചർച്ച ചെയ്യാം എന്നും പറയാൻ കഴിയാത്ത എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളത്? ഇന്ന സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധാവസ്ഥ ഉണ്ടായിരുന്നോ? ജനങ്ങളെ കൂടി കേൾക്കണമായിരുന്നു. എത്ര തവണ ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഇന്നിപ്പോൾ TM തോമസ് ഐസക് പറയുന്നുണ്ട്, ഏത് പേരിലുമാകട്ടെ, വേണമെങ്കിൽ രാഗ എന്നിട്ടുകൊള്ളൂ, പക്ഷേ ഇത് നടപ്പിലാക്കണം എന്നുള്ളത് നാട്ടിലുള്ളവരുടെ ആവശ്യമാണ്. അത് സിൽവർ ലൈൻ എന്നുള്ളതല്ല, നമുക്ക് അതിവേഗ പാത വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിവേഗ പാത എന്ന ആശയത്തിനെതിരെ അല്ല ഇവിടെ സമരം നടന്നത്. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കപ്പെട്ട ഉരുക്കുമുഷ്ടിക്കെതിരെയും അത് നടപ്പിലാക്കാനെടുത്ത മർക്കടമുഷ്ടിക്കെതിരെയുമാണ് ഇവിടെയുണ്ടായ പ്രശ്നങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറൊരു കാര്യം, ഇന്ന് മലയിടം തുരുത്തിലുണ്ടായ പ്രശ്നം. മലയിടം തുരുത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് തൊട്ട് മുൻപ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പോയതിന് പിന്നാലെയാണല്ലോ ഇതുണ്ടാകുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ഈ ഇമേജുകളാണ് വീണ്ടും ഉണ്ടാകുന്നത്. അന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നടന്ന എന്തൊക്കെയാണോ ആ ഇമേജുകളാണ് സാധാരണ മനുഷ്യർ, ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ, അവർക്ക് നേരെ അമിതാധികാര പ്രയോഗം ഉണ്ടാകുന്ന എല്ലാ ഇമേജുകൾക്കും ജനകീയമായ തിരിച്ചടി ഉണ്ടാകും. എന്തുകൊണ്ടാണ് അതവിടെ സംഭവിച്ചത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നിങ്ങൾ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സർക്കാർ അധികാരം ഏറ്റിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അവിടേക്ക് ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ പോകുന്നുണ്ട്. 150ഓളം പോലീസുകാർ പോകുന്നുണ്ട്. അവിടേക്ക് JCB പോകുന്നുണ്ട്. ഇത്രയും സംവിധാനങ്ങൾ ഒരു അഭിഭാഷക കമ്മീഷൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ചെല്ലുമോ ഒരു സ്ഥലത്തേക്ക്? ഇല്ല. 150 പോലീസുകാർ ചെല്ലുവോ സുനിൽ സാറേ? ഇല്ല. അപ്പോൾ ഒരു സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാർ, ഒരു സ്റ്റേഷന്റെ ഉള്ളിലുള്ള പോലീസുകാർ പോലും അല്ല. അപ്പോൾ അത്രയും വലിയ പോലീസ് വിന്യാസം അവിടെ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ ഉന്നത പോലീസുകാരുടെ അടക്കം അനുമതി വേണം. ഇനി അവിടെ പോലീസുകാർ ചെല്ലുന്നു. അപ്പോൾ ഈ ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളും JCB അടക്കമുള്ള സംവിധാനങ്ങളും ഇത്രയും സായുധ പോലീസുകാരും ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും തോന്നൽ എന്താ? ഇന്നൊഴിപ്പിക്കും അല്ലേ? 4-5 പോലീസുകാർ അഭിഭാഷക കമ്മീഷന് കൂടെ പോകുന്ന പോലെയല്ല. ഇത്രയും വലിയ സന്നാഹം ചെല്ലുമ്പോൾ അവർക്കതൊരു വലിയ പ്രശ്നമാണ്. ഇന്നൊഴിപ്പിക്കുമോ എന്ന ആശങ്കയുണ്ടാവുകയാണ്. സ്വാഭാവികമായും ആ ക്രൗഡ് എന്നത്തേക്കാൾ കൂടുതൽ വലിയ ആശങ്കയിലേക്ക് പോവുകയും അവർ പ്രതിരോധിക്കുകയും ചെയ്യും. ഇനി ആ പോലീസുകാർ അവിടെയുള്ള സാധനങ്ങളടക്കം എടുത്ത് അവിടുത്തെ കനാലിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോലീസ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും അച്ചടക്കമുള്ളൊരു സേനയാണ്. പോലീസ് മൂവ് ചെയ്യണമെങ്കിൽ ഈ അഭിഭാഷക കമ്മീഷൻ പറഞ്ഞാൽ മതിയോ? അഭിഭാഷക കമ്മീഷൻ ഒഴിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം പോലീസും ജനങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഒരു ബലപ്രയോഗമോ ഉണ്ടാവും. അവിടെ ആളുകൾക്ക് പരിക്കേറ്റല്ലോ. അപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണ്ടേ?
അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതാണ്. ഇന്ന് അവിടെ അങ്ങനെ ജനങ്ങളും പോലീസുമായ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന തരത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് നിർദ്ദേശം നൽകിയത് ആരാണ് എന്നത് പരിശോധിക്കപ്പെടണം എന്നുള്ളത്, അതിൽ വ്യക്തത വരണമെന്നും. ഇപ്പൊ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളുടെ വാർത്ത കണ്ടിട്ട് വിളിക്കുന്നു, പോലീസ് പിൻവാങ്ങുന്നു, പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് പതിറ്റാണ്ടുകളായി അവിടെ ഉള്ള പ്രശ്നമാണ്. സുപ്രീം കോടതിയിലേക്ക് വരെ പോയതാണ്. സുപ്രീം കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ്. അവിടെ പോലീസിന്റെ സഹായമുണ്ട്. ഈ അഭിഭാഷക കമ്മീഷൻ ഇതിനു മുമ്പ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് സഹായിക്കുന്നില്ല എന്ന്. അപ്പൊ ഇത്രയും കാലം സഹായിക്കാതിരുന്ന പോലീസ് ഇന്ന് സഹായിക്കാൻ മനസ്ഥിതി കാണിച്ചുവെങ്കിൽ അവിടെ എന്തോ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്വാഭാവികമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആ മാറ്റം അധികാരത്തിലേറിയ സർക്കാരിന്റെ മാറ്റമാണ് എന്നുള്ളതാണ്. അങ്ങനെ സർക്കാരിന്റെ മാറ്റമാണെങ്കിൽ ആഭ്യന്തരമന്ത്രി മിനിറ്റുകൾ വെച്ച് വിളിച്ചിട്ട് പിൻവാങ്ങാൻ പറയുമോ? സർക്കാരിന്റെ താല്പര്യം അതായിരുന്നുവെങ്കിൽ അപ്പോൾ കൃത്യമായി ഇന്നലെ അധികാരത്തിൽ കയറിയതല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കണം. മാത്രമല്ല, പോലീസിൽ വലിയ തോതിൽ ഈ പറയുന്ന 10 വർഷത്തിന് ശേഷം അധികാരമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്ഫറുകളും അധികാര കൈമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഡിസ്റ്റർബ്ഡ് ആണ് ആ സംവിധാനം. അതിനുള്ളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. അവിടെ എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യം വരേണ്ടതുണ്ട്. നോക്കൂ, ഒരു ആലോചനയുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു ഇമേജും ജനങ്ങൾ നിസ്സഹായരായ മനുഷ്യർ, അധികാരത്തിന് മുകളിൽ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ അവരുടെ ഒരു ഇമേജും ഒരു ജനവും ഒരു കാലത്തും കാണാതായിരിക്കില്ല. അത് പൊതുബോധമുണ്ടാക്കുകയും ചെയ്യും, അത് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. ജനകീയ തുടക്കമോ എന്നാണ് ചോദ്യം. കേരളയിലേക്ക് വരികയാണ്. കേരളയിലൊരു വികസന വെല്ലുവിളിയായിരുന്നു, ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു. നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ പ്രതിഷേധം, കരച്ചിൽ, ആ സമരത്തെ എങ്ങനെ നേരിട്ടു, സ്ത്രീകളടക്കമുള്ളവരെ എങ്ങനെ തല്ലിച്ചതച്ചു. അതിൽ ചില സ്ത്രീകളെ മന്ത്രിമാർ തന്നെ അധിക്ഷേപിച്ചത് ടയർ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി നടത്തുന്ന സമരമെന്ന് പറഞ്ഞു. ചിലയിടത്ത് ന്യൂനപക്ഷങ്ങൾ സമരം ചെയ്യുന്ന ഭാഗത്ത് ചെന്ന് അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സമരത്തിനൊടുവിൽ അത് 1460 അത്രയും ദിവസങ്ങൾക്കുള്ള സമരമാണ്. ഈ മഞ്ഞക്കുറ്റികൾ എത്രയുണ്ടെന്ന് അറിയാമോ? 6744 മഞ്ഞക്കുറ്റികളാണ്. ഒരു മഞ്ഞക്കുറ്റിക്ക് 48 കിലോ ഭാരമുണ്ട്. മൊത്തം 19 കോടി ചെലവാക്കി. അതാണ്, മഞ്ഞക്കുറ്റിക്ക് മാത്രമായി കോടികൾ ചെലവാക്കി. ആ സമയത്തും വലിയ സാമ്പത്തിക പ്രതിസന്ധി പറയുന്ന കാലമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മഞ്ഞക്കുറ്റികൾ നാട്ടുന്നതിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അത് നടപ്പാക്കിയ ഒരു രീതിയുണ്ട്. വികസനം നിങ്ങൾക്കിതാ വികസനം നടപ്പാക്കിയില്ലേ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ വികസനം നൽകിയില്ലേ എന്നാണ്. ആ പറഞ്ഞ വികസനത്തിൽ ഒന്നായിരുന്നു ഈ കേരളയിലും. അപ്പോൾ ഇത് എത്രത്തോളം ജനപക്ഷത്തു നിന്നുള്ള വികസനമാണെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജനപക്ഷത്തെ ആയിരുന്നില്ല. ഞങ്ങളിത് നടപ്പാക്കുമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ജനങ്ങളിൽ നിന്നും അകന്നു നിന്ന് നടപ്പാക്കുന്നു. അത് ആർക്കു വേണ്ടി നടപ്പാക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തൊരു പദ്ധതിയായി അത് അവശേഷിക്കുകയായിരുന്നു. DPR ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അതിൽ വ്യക്തതയില്ല എന്ന് വിദഗ്ധരടക്കം പല ഘട്ടങ്ങളിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിക്ക് പകരം മറ്റെന്ത് പദ്ധതി, വേഗ പദ്ധതി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് വരുന്നത്. നിങ്ങളിപ്പോൾ ഈ വയനാട്ടിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരികയാണല്ലോ, തുരങ്കപാത. ആ തുരങ്കപാത കൊണ്ടുവരുമ്പോഴും വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചെന്താണ്? അവിടെ വലിയൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പരിശോധനയോ അതിനെ എന്താ പറയുക മറികടക്കാനുള്ള എന്തെങ്കിലും ആലോചനകളോ ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലായിരുന്നു. വേഗം തുരങ്കപാതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും എത്രത്തോളം പരിശോധിക്കപ്പെടുന്നു? വികസനം എന്നുള്ളത് കേരളത്തിന്റെ പരിസ്ഥിതി, അതിന്റെ പ്രകൃതിയുടെ സവിശേഷത ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുമ്പോഴും ഞാൻ പറയുന്നത് ഈ ദുരന്തത്തിന് ശേഷം അത് നടപ്പാക്കുമ്പോൾ ഒരു പ്രത്യേക പരിശോധന കൂടി വേറെ വേണ്ടതുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നടന്നിട്ടുള്ളത് ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ചോദ്യമായി അവിടെ നിൽക്കുമ്പോൾ എത്രത്തോളം കേരളത്തിന്റെ പാരിസ്ഥിതിക സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്നതാവണം പരിസ്ഥിതി വികസന പദ്ധതികൾ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാഠമായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഈ സമരത്തിന്റെ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് സമര പന്തലുകളിൽ പോയിട്ടുള്ളതാണ്. അവർക്ക് നൽകിയ ഉറപ്പായിരുന്നു ഇത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്നതെന്ന് തീരുമാനം വരുന്നത്. നേരത്തെ ആശാ വർക്കർമാരുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ആശാ സമരത്തിലും ആ സമരപ്പന്തലിൽ പോയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഓണറി കൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. ഇനി PSC സമരം നമ്മൾ കണ്ടതാണ്. ആ PSC ഉദ്യോഗാർത്ഥികൾ ഈ മന്ത്രിസഭായോഗ തീരുമാനത്തെ ഇങ്ങനെ ഉറ്റുനോക്കി കുറച്ചെങ്കിലും നീട്ടിത്തരുമോ എന്നുള്ള ആകാംക്ഷയോടെ ഉറ്റുനോക്കി നമ്മൾ കണ്ടതാണ്. കണ്ണടച്ചുള്ള സമരം, ആ ചൂടുള്ള റോഡിൽ കടന്ന് ശയന പ്രദർശനം നടത്തിയുള്ള സമരം, പല രൂപത്തിലുള്ള സമരങ്ങളാണ് വരുന്നത്. അപ്പോൾ അവസാന നിമിഷം പ്രതീക്ഷയോടെ കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്ന ആ ഉദ്യോഗാർത്ഥികളുടെ മുഖം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവർക്ക് ദിവസം മാസങ്ങൾ നീട്ടി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നെന്ന് പറയുമ്പോൾ അന്നത്തെ ആ സമരങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു തിരുത്തൽ നടപടിയാണെന്നുള്ളതാണ്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന KSRTC ബസ്സുമായി ബന്ധപ്പെട്ട്
സ്ത്രീകൾക്ക് സൗജന്യം എന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ളതാണ്. നമുക്കത് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും അത് ഒരു വാഗ്ദാനം എന്ന നിലയ്ക്ക് എങ്ങനെ നടപ്പാക്കാൻ കഴിയും, സബ്സിഡി നൽകിക്കൊണ്ട് നടപ്പാക്കാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയൊക്കെ തന്നെയും ഈ വരുന്ന പുതിയ മന്ത്രിമാർ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പ്രതീക്ഷയുടെ സമയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, 2 ദിവസമായി നടക്കുന്ന ഒരു ചർച്ചയിൽ ഈ സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നു കൊടുത്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായി മാധ്യമങ്ങൾ വലിയ രീതിയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് തുറന്നിട്ടുണ്ടല്ലോ, നേരത്തെയും തുറന്നിട്ടുണ്ടല്ലോ എന്ന വാദം നമുക്ക് ഒരു വസ്തു ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ സമരങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന ഘട്ടങ്ങളിലും സമരസമയത്തൊന്ന് അടയ്ക്കും. അപ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ച് കെട്ടും. അത് കഴിഞ്ഞ് പിന്നീട് അത് തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കോവിഡ് കഴിഞ്ഞിട്ട് തുറന്നോ എന്നൊരു ചോദ്യം. കോവിഡ് കഴിഞ്ഞിട്ടും തുറന്നിട്ടുണ്ടായിരുന്നു. അന്നും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുറന്നില്ലേ എന്ന്. കോവിഡ് കഴിഞ്ഞിട്ട് തുറന്നു, അതിനുശേഷം അത് പൂട്ടിയെന്നാണ്. പൂട്ടുന്നത് വെറുതെയല്ല, ഈ ബാരിക്കേഡുകൾ വെക്കുന്നു, കയറിട്ട് മുഴുവൻ ബന്ദോബസ്താക്കുകയാണ്. 4 ഗേറ്റാണല്ലോ ഉള്ളത്. 4 ഗേറ്റുകളിൽ കൂടിയും പ്രവേശനം എളുപ്പമല്ല. ഒരു സ്ഥലത്ത് കൂടി പ്രവേശനം, ആകെ കൂടി ഈ കന്റോൺമെന്റ് ഗേറ്റിൽ കൂടിയാണ് പ്രവേശനം. അതും റെസ്ട്രിക്റ്റഡ് ആണ്. എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് അതായത് അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് അവർക്ക് ഈ അക്രഡിറ്റേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ഗവൺമെൻറ് അപ്രൂവലാണല്ലോ, ഗവൺമെൻറ് കാർഡാണ്. ആ അക്രഡിറ്റഡ് കാർഡുമായി വരുന്ന മാധ്യമപ്രവർത്തകരെ പോലും ഈ പറയുന്ന ഗേറ്റിൽ തടഞ്ഞുകൊണ്ട് ആരെ കാണാനാണ്? എന്താണ് ആവശ്യം? അനുമതി വാങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് അകത്ത് കയറി ഈ കാര്യങ്ങൾക്കൊക്കെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട്, അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ പോലീസുകാരനോട് മറുപടി നൽകി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ്? ഇലക്ട്രോണിക് ആക്സസ് കൺട്രോൾ സിസ്റ്റം വേറെയുണ്ട്. അതും മറികടന്ന് വേണം ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് അകത്ത് കിടക്കാൻ. ഈ സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണല്ലോ. അവിടേക്ക് ആവശ്യങ്ങളുമായിട്ടാണല്ലോ ആളുകൾ വരിക. അപ്പോൾ എത്ര കടമ്പകൾ കടന്നാണ് അങ്ങോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. അതിനുശേഷം അടുത്തത് അവിടെ നിയമിച്ചിരിക്കുന്നത് SISF നിയമിച്ചിരിക്കുന്നു. അതായത് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ, അതായത് സെക്രട്ടേറിയറ്റിന്റെ സെക്യൂരിറ്റി കൂടാതെ ഈ പറയുന്ന സംവിധാനത്തെ കൂടി. അത് ബെഹ്റയുടെ കാലത്ത് വന്ന പരിഷ്കാരമാണ് കേട്ടോ. ആ പരിഷ്കാരം അവിടെ പലരും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിൾസുമായിട്ടൊക്കെ നിൽക്കുന്ന സുരക്ഷാ കാവൽ ഭടന്മാർ അവിടെ നിൽക്കുകയാണ്. അത് ചീഫ് സെക്രട്ടറിക്ക് അടക്കം വെച്ചിട്ടുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഇപ്പോഴും തുടരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ മുഴുവൻ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഇരുട്ടറയാക്കിയിരിക്കുകയാണ്. അവിടെ എന്താണ്? അവിടെ ഒരു ഭയപ്പാടിൻ്റെ സാഹചര്യം, അവിടെ ഒരു ത്രെറ്റ് ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്നാണോ ത്രെറ്റ് ഉള്ളത്? അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്നാണോ? അന്തസ്സുള്ള മാധ്യമപ്രവർത്തകർ 2 പ്രാവശ്യം അവിടെ പോയി നോക്കിയ ശേഷം പിന്നെ അകത്തേക്ക് കയറില്ല കേട്ടോ. കാരണം ഈ മാതിരി ചോദ്യങ്ങളും ഇതും കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കാണണ്ട എന്ന തീരുമാനമെടുത്ത് പോകുന്ന മാധ്യമപ്രവർത്തകരായിരുന്നു. അതിവിടെ തുടരുന്ന സംവിധാനമാണ്. ഇപ്പോൾ ഈ പറയുന്ന നോർത്ത് ഗേറ്റ്, ഈ പറയുന്ന സമര കവാടം എന്ന് പറയുന്ന നോർത്ത് ഗേറ്റ് തുറന്നിരിക്കുന്നു എന്നൊരു വലിയ കാര്യമായി അവതരിപ്പിക്കേണ്ട. തുറക്കുകയാണെങ്കിൽ മുഴുവൻ തുറക്കണം. ഈ സമരസമയത്ത് അടച്ചുപൂട്ടുകയും പിന്നീട് തുറക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് അകത്തേക്ക് കയറി അന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അന്തസ്സുള്ളവർ, ഇപ്പോൾ ജനങ്ങളുടെ അന്തസ്സ് കാക്കുന്ന, സമരം ചെയ്തവരുടെ അന്തസ്സ് കാക്കുന്ന ഒരു തീരുമാനം ഈ തുടക്കമായി വരുമ്പോൾ ഇതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ അന്തസ്സ് കാക്കുന്ന ഒരു തീരുമാനം കൂടി വേണം. ഇവിടെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന വാതിലുകൾ തുറന്നുകൊണ്ട് പ്രവേശിപ്പിക്കണം. അപ്പോഴാണ് ഒരു ജനകീയ സർക്കാരാവുക. ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തന്നെ പ്രതിനിധികളാണല്ലോ. ഞങ്ങൾക്ക് നിങ്ങളോട് പറയണ്ട എന്ന് പറയുമ്പോൾ ജനങ്ങളോട് പറയണ്ട എന്നാണല്ലോ ഈ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത്. നിങ്ങളോട് പറയാനുള്ള നിങ്ങളോട് പറയും, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജനങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ എന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടാനില്ല. അത് ജനങ്ങൾക്ക് കൊടുക്കലാണ്. അതിന് ഇടയ്ക്ക് നിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ ഇത് ജനകീയ തുടക്കം എന്ന് പറയുമ്പോൾ ഇതുകൂടി സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ തരത്തിലും ജനകീയമാകട്ടെ. തുടക്കം ഇങ്ങനെയാണ്. തുടക്കം ശുഭകരമായി, മുന്നോട്ടുള്ള പോക്കും ശുഭകരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ജനകീയ തുടക്കം എന്ന ചോദ്യത്തിന് നമ്മൾ 3 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.